ആലയത്തിൻ്റെ. അപ്പം ഈ ആലയത്തിൽ പറഞ്ഞ കൃപാസനം എന്താണെന്നറിയാമോ? നീന്തിക്കയറണം ഇവിടെ. പിന്നെ ഒരു ഈ ചെമ്മി ഷെഡ് പോലെ ഷെഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു. ആ മെറ്റലിൽ ആണ് ഇവിടെ നീന്തിക്കയറിയാണ് ഞങ്ങൾ അവിടെ ഷാജൻ ബ്രദർ വലിയൊരു ബാനർ, ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും. എന്താണ്? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനർ ആ ഷെഡിൽ മുഴുവൻ ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കും. അപ്പോൾ അത് ഒരു കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ശരിയല്ലേ? അന്നത്തെ കൃപാസനം ഇന്നത്തെ കൃപാസനം എന്ന് പറയുമ്പോൾ എന്താ? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അത് തന്നെയല്ലേ വിജയകുമാറിലൂടെയും പറഞ്ഞത്. ഞങ്ങൾ കെട്ടിപ്പൂട്ടി ഇറങ്ങുമ്പോഴാണല്ലോ 2010 പറയണത്. എന്താ പറയണത്? എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയണമെന്ന് പറയും. അൽമേനികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസനം വളർന്നു വന്നത്. ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരം ഇല്ലാത്തവരിങ്ങനെ ആക്ഷേപത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. സഹതാപം തോന്നും. എന്ത് ചെയ്യാൻ? അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു. കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടിയാൽ നമുക്കത് കർത്താവിന് സംസാരിക്കണമെന്ന് മനസ്സിലാകും. ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പണിനൊക്കെ താക്കോലില്ലെങ്കിൽ നമ്മളതിനെ അവർക്ക് ആക്ഷേപിക്കും. നമ്മൾ അതൊക്കെ എളിമയുടെ കുഴപ്പമാണ്. അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി. മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യണം. വേറെ പ്രശ്നമൊന്നുമില്ല.